ലിംഗഭേദം, അതായത് ജെൻഡർ, ഒരു സാമൂഹിക നിർമ്മിതിയാണോ അതോ തികച്ചും ശാസ്ത്രീയമായ ഒന്നാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ DNA-യിലും തലച്ചോറിലുമൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ രഹസ്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? എന്താണ് ഒരു സ്ത്രീയായിരിക്കുന്നതിന്റെ അർത്ഥം? ഇതൊരു സിമ്പിൾ ചോദ്യമായിട്ട് തോന്നാമെങ്കിലും ഇതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ സങ്കീർണമാണ്. ഒരു സ്ത്രീയുടെ ബയോളജി എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ഉത്തരം XX ക്രോമസോമുകൾ എന്നായിരിക്കും. ശരിയല്ലേ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതും അതുതന്നെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അതത്ര സിമ്പിളായ ഒരു ഉത്തരമല്ല. ശാസ്ത്രം കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് ചില സ്ത്രീകളുടെ ശരീരത്തില് വെറും XX ക്രോമസോമുകൾ മാത്രമല്ല കാണുന്നത്. ചിലപ്പോ XY അല്ലെങ്കിൽ XXX ഇങ്ങനെ പലതരം ക്രോമസോമുകളുടെ ഒരു മിക്സ് തന്നെ ഉണ്ടാകാം. ഇതിനെയാണ് ക്രോമസോം മൊസൈക്ക് എന്ന് പറയുന്നത്. ഇനി ഈ മൊസൈക്ക് സംഭവം ക്രോമസോമിൽ മാത്രമല്ലാട്ടോ, നമ്മുടെ തലച്ചോറും ഏകദേശം ഇതുപോലെ ഒരു മൊസൈക്കാണ്. അതായതെന്താ? പൂർണ്ണമായും ഒരു പെണ്ണിന്റെ തലച്ചോറ് അല്ലെങ്കിൽ ആണിന്റെ തലച്ചോറ് എന്നൊന്നുമില്ല. പകരം രണ്ടിന്റെയും സ്വഭാവങ്ങൾ ചേർന്ന ഒരു പാച്ച് വർക്ക് പോലെയാണ് ഓരോരുത്തരുടെയും തലച്ചോറ്. കരീസ സാൻബോൺമാറ്റ്സു എന്ന ശാസ്ത്രജ്ഞയുടെ വളരെ വ്യക്തിപരമായൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു ശാസ്ത്രീയ അന്വേഷണം തന്നെ തുടങ്ങുന്നത്. ചോദ്യം ഇതാണ്: എന്താണ് എന്നെ ഞാനാക്കുന്നത്? ആ ചോദ്യമാണ് നമ്മളെ അടുത്തൊരു നിർണായകമായ ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശരി, അപ്പൊ ക്രോമസോമുകൾ മാത്രമല്ല, തലച്ചോറും ഒരു മൊസൈക്കാണ്. പിന്നെ എന്താണ് നമ്മുടെ ജെൻഡറിനെ രൂപപ്പെടുത്തുന്നത്? ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ DNA-യുടെ ഓർമ്മകളിലാണ്. ഇവിടെയാണ് നമ്മൾ എപ്പിജെനറ്റിക്സ് എന്നൊരു വിഷയത്തിലേക്ക് വരുന്നത്. എന്താണ് ഈ എപ്പിജെനറ്റിക്സ്? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ DNA-യുടെ ആ ഒരു ബേസിക് കോഡുണ്ടല്ലോ, അതിന് ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, ഇതൊക്കെ അനുസരിച്ച് ആ DNA-യുടെ പ്രവർത്തനം മാറാം. ഈ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എപ്പിജെനറ്റിക്സ്. ഇത് ശരിക്കും മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ DNA ഒരു നീളമുള്ള നൂല് പോലെയാണെന്ന് വിചാരിക്കുക. ജീവിതത്തില് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ നൂലിൽ ചില കെട്ടുകൾ വീഴും. ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്നറിയാമോ? ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് വലിയൊരു മാനസികാഘാതം, അതായത് ഒരു ട്രോമ ഉണ്ടായെന്ന് കരുതുക. അപ്പം എന്ത് സംഭവിക്കും? നമ്മുടെ തലച്ചോറിലേക്ക് സ്ട്രെസ് ഹോർമോണുകൾ ഇറച്ചെത്തും. ഈ ഹോർമോണുകൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ DNA-യുടെ ഭാഗം ഒരു കെട്ടുപോലെ മുറുക്കിക്കളയും. പിന്നെ ഈ നിർദ്ദേശങ്ങൾ വായിച്ച് പ്രവർത്തിക്കേണ്ട ചില യന്ത്രങ്ങളുണ്ട്. ഈ കെട്ട് കാരണം അവയ്ക്ക് ആ ഭാഗം വായിക്കാൻ പറ്റാതെയാവും. അതിന്റെ ഫലമായിട്ടെന്താ സംഭവിക്കുക? സ്ട്രെസ് നേരിടാനുള്ള നമ്മുടെ കഴിവ് കുറയും. ഇങ്ങനെയാണ് നമ്മുടെ DNA അനുഭവങ്ങളെ ശരിക്കും ഓർത്തുവെക്കുന്നത്. അപ്പോ ഈ DNA-യുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കാലിക്കോ പൂച്ചകൾ. നിങ്ങള് കാലിക്കോ പൂച്ചകളെ കണ്ടിട്ടുണ്ടോ? അവയുടെ ശരീരത്തിൽ ഓറഞ്ചും കറുപ്പും നിറത്തിലുള്ള പാടുകൾ കാണാമല്ലോ. അത് വെറുമൊരു ഡിസൈനല്ല. ഗർഭപാത്രത്തിൽ വച്ച് ഓരോ കോശത്തിലെയും DNA ഒരു തീരുമാനമെടുക്കും. ഓറഞ്ച് നിറത്തിനുള്ള ജീൻ ഓൺ ചെയ്യണോ അതോ കറുപ്പ് നിറത്തിനുള്ള ജീൻ ഓൺ ചെയ്യണോ എന്ന്. ആ തീരുമാനത്തിന്റെ ഒരു ജീവിക്കുന്ന മാപ്പാണ് ആ പൂച്ചയുടെ ശരീരം. എപ്പിജെനറ്റിക്സ് നമ്മുടെ കൺമുന്നിൽ പ്രവർത്തിക്കുന്നത് കാണാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല. ഓക്കേ, അപ്പോൾ നമ്മൾ ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. അതായത് ഗർഭപാത്രത്തിൽ വെച്ച് നമ്മുടെ ലൈംഗിക അവയവങ്ങളും തലച്ചോറും ഡെവലപ്പാവുന്നത് രണ്ട് വ്യത്യസ്ത സമയങ്ങളിലാണ്. ഈ ഒരു ടൈമിംഗ് വ്യത്യാസത്തിന് നമ്മൾ ചിന്തിക്കുന്നതിലും വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ശാസ്ത്രം പറയുന്നത് ഇതാണ്: ഗർഭാവസ്ഥയുടെ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ നമ്മുടെ ജനനേന്ദ്രിയങ്ങൾ സ്ത്രീയുടെയോ പുരുഷന്റെയോ ആയി രൂപപ്പെടും. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ തലച്ചോറിന്റെ ജെൻഡർ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് പ്രോസസ്സുകളും സ്വതന്ത്രമായാണ് നടക്കുന്നത്. അതായത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കാം? ചിലപ്പോൾ ശരീരം ഒരു ലിംഗത്തിനും തലച്ചോറ് മറ്റൊരു ലിംഗസ്വത്വത്തിനും അനുസരിച്ച് രൂപപ്പെടാം. ട്രാൻസ്ജെൻഡർ വ്യക്തിത്വത്തിന് ശാസ്ത്രം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണിത്. അപ്പോ എങ്ങനെയുള്ള ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഒരു സമൂഹം എങ്ങനെയായിരിക്കും ആളുകളോട് പെരുമാറുക? ശരി, നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് വരാം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ശാസ്ത്രജ്ഞ കരീസ സാൻബോൺമാറ്റ്സുവിന് ഇറ്റലിയിൽ വെച്ചുണ്ടായൊരു അനുഭവമാണ്. അവരൊരു സദസ്സില് ശാസ്ത്രം വിശദീകരിക്കാൻ ചെന്നപ്പോൾ ആളുകൾക്കിടയിൽ നിന്ന് പിറുവിറുക്കലുകൾ തുടങ്ങി.
തുറിച്ചുനോട്ടങ്ങൾ, പുച്ഛത്തോടെയുള്ള ചിരി, പരിഹാസം, മുൻവിധികൾക്ക് ഒരാളെ എത്രമാത്രം വേദനിപ്പിക്കാൻ കഴിയുമെന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണിത്. ഇങ്ങനെ സമൂഹം ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ അതിന്റെ ഫലം വളരെ ഭയാനകമാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ 40% പേരും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് വെറുമൊരു സാമൂഹിക പ്രശ്നമല്ല, ഇതൊരു ജീവന്റെയും മരണത്തിന്റെയും പോരാട്ടമാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ട്രോമയും സ്ട്രെസ്സുമൊക്കെ നമ്മുടെ DNA-യിൽ കെട്ടുകളുണ്ടാക്കുമെങ്കിൽ സ്നേഹത്തിനും സപ്പോർട്ടിനും നല്ല അനുഭവങ്ങൾക്കും ഈ കെട്ടുകൾ അഴിക്കാൻ പറ്റുമോ? ശാസ്ത്രലോകം ഇപ്പോൾ ഈ സാധ്യതയെക്കുറിച്ചും വളരെ ഗൗരവമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ അനുഭവങ്ങൾക്ക് DNA-യെ 2 രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും. ആഘാതങ്ങളും സമ്മർദ്ദങ്ങളും അതിൽ കെട്ടുകളുണ്ടാക്കി നമ്മളെ തളർത്തും. എന്നാൽ സ്നേഹത്തിനും അംഗീകാരത്തിനും ഒരുപക്ഷേ ആ കെട്ടുകൾ അഴിച്ച് നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ കഴിഞ്ഞേക്കും. അപ്പോ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി ചോദിക്കാം, എന്താണ് ഒരു സ്ത്രീയായിരിക്കുന്നതിന്റെ യഥാർത്ഥാർത്ഥം? ഒരുപക്ഷേ അതിന്റെ ഉത്തരം നമ്മുടെ ബയോളജിയിൽ മാത്രമല്ല, നമ്മുടെ മനുഷ്യത്വത്തിലായിരിക്കും. നമ്മൾ ആരാണെന്ന് നമ്മൾ സ്വയം അംഗീകരിക്കുക, അതുപോലെ മറ്റുള്ളവരാരാണോ അവരെ അതുപോലെ അംഗീകരിക്കുക, അവരെ ശരിക്കും കാണുക. ഞാൻ നിങ്ങളെ കാണുന്നു.